ഞാൻ മുമ്പ് ഡോമിനോസിൽ പിസ്സ ഡെലിവറി ബോയിയായി ജോലി ചെയ്തിരുന്നു. അത് വളരെ സമ്മർദ്ദമുണ്ടാക്കുന്ന ഒരു ജോലിയായിരുന്നു. എന്റെ പിസ്സ ഡെലിവറികൾക്കിടയിൽ ഞാൻ പലപ്പോഴും വിചിത്രമായ ആളുകളെ കണ്ടുമുട്ടാറുണ്ടായിരുന്നു. പക്ഷേ ഇന്നും ഓർക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സംഭവമുണ്ടായി. അത് യാഥാർത്ഥ്യമായിരുന്നോ അതോ ഒരു പേടിസ്വപ്നമായിരുന്നോ എന്നെനിക്കറിയില്ല. അന്ന് രാത്രി ഷിഫ്റ്റിലെ അവസാനത്തെ പിസ്സയും ഡെലിവറി ചെയ്ത ശേഷം ഞാൻ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് കൗണ്ടറിലെ ഫോൺ ബെല്ലടിച്ചത്. സാധാരണ ഫോൺ എടുക്കുന്ന ആൾ ഒരു അത്യാവശ്യ സാഹചര്യം കാരണം നേരത്തെ വീട്ടിൽ പോയിരുന്നതിനാൽ അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എന്റെ ബോസ് ഫോൺ എടുക്കാൻ എന്നോട് പറഞ്ഞത്. മനസ്സിൽ അദ്ദേഹത്തെ ശപിച്ചുകൊണ്ടാണെങ്കിലും ഞാൻ ദേഷ്യമടക്കി ആ കസ്റ്റമറോട് സംസാരിച്ചു. അപ്പുറത്തുള്ള സ്ത്രീയുടെ ശബ്ദം വളരെ കുറവായിരുന്നു. അതിനാൽ പറഞ്ഞ കാര്യങ്ങൾ 2 തവണ ചോദിക്കേണ്ടി വന്നു. അവർ ഒരു വലിയ പിസ്സ ഓർഡർ ചെയ്യുകയും വിലാസം പറഞ്ഞു തരികയും ചെയ്തു. പേര് ചോദിക്കുന്നതിനു മുമ്പ് അവർ ഫോൺ കട്ട് ചെയ്തു. എന്ത് കഷ്ടം തന്നെ. എന്തായാലും ഞാൻ ആ വിലാസത്തിലേക്ക് പിസ്സയുമായി തിരിച്ചു. സമയം രാത്രി ഏകദേശം 11:30 അവരുടെ വീട് വളരെ ദൂരെയായിരുന്നു. പോകുന്ന വഴി വളരെ നിശബ്ദവും കഠിനവുമായിരുന്നു. റോഡിന്റെ ഇരുവശവും ഇടതൂർന്ന വനമായിരുന്നു. ഇത് ആ വഴിയെ കൂടുതൽ ഭയാനകമാക്കി. മൈലുകളോളം ദൂരത്തിൽ കാറുകളോ മനുഷ്യരോ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് റോഡരികിൽ ഒരു ചെറിയ ആൺകുട്ടിയെ ഞാൻ കണ്ടു. അർദ്ധരാത്രിയിൽ അത്തരമൊരു വിജനമായ വഴിയിൽ അവനെ കണ്ടപ്പോൾ ഞാൻ കാർ നിർത്തി. അവൻ വഴിതെറ്റി വന്നതാകാമെന്ന് കരുതി ഞാൻ അവനോട് ഇത്രയും രാത്രി ഇവിടെ എന്തു ചെയ്യുകയാണെന്ന് ചോദിച്ചു. വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുവിടാമെന്നും പറഞ്ഞു. എന്നാൽ അത്ഭുതകരമായ കാര്യം അവൻ യാതൊരു പ്രതികരണവും നൽകിയില്ല എന്നതാണ്. ഞാൻ 2-3 തവണ ചോദിച്ചു നോക്കിയെങ്കിലും മറുപടിയില്ലാത്തതിനാൽ ഞാൻ വണ്ടി ഓടിച്ചുപോയി. നേരം വൈകിയതുകൊണ്ട് പിസ്സ നൽകി എത്രയും വേഗം വീട്ടിൽ പോയാൽ മതിയെന്നായിരുന്നു എന്റെ ചിന്ത. ഒടുവിൽ ഞാൻ ആ വിലാസത്തിൽ എത്തിച്ചേർന്നു. ആ നിശബ്ദതയിലും ഇരുട്ടിലും എനിക്ക് എന്തോ ഒരു അസ്വസ്ഥതയും ഭയവും തോന്നി. ആ വീട്ടിലെ ഒരു മുറിയിലും ലൈറ്റുകൾ ഇല്ലാതിരുന്നത് എന്നെ അത്ഭുതപ്പെട്ടു. എല്ലാവരും പിസ്സ ഓർഡർ ചെയ്തിട്ട് ഉറങ്ങാൻ പോയെന്ന് ഞാൻ കരുതി. പെട്ടെന്ന് മുകളിലത്തെ നിലയിലെ ഒരു മുറിയിൽ ലൈറ്റ് തെളിഞ്ഞു. പെട്ടെന്ന് പിസ്സ നൽകി പോകാൻ ഞാൻ ആഗ്രഹിച്ചു. ഇത്രയും ദൂരം വന്നതല്ലേ, നല്ലൊരു ടിപ്പ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ ഡോർബെൽ അടിച്ചു. കുറച്ചുനേരം കാത്തുനിന്നു. പക്ഷെ മറുപടിയൊന്നും വന്നില്ല. രണ്ടാമതും ബെല്ലടിച്ചപ്പോൾ ആരോ വാതിൽ തുറക്കാൻ വരുന്നത് ഞാൻ കേട്ടു. വാതിൽ തുറന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. റോഡരികിൽ ഞാൻ കണ്ട അതേ കുട്ടിയായിരുന്നു വാതിൽ തുറന്നത്. അപ്പോൾ എന്റെ മനസ്സിൽ ഒരേ ഒരു ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കുട്ടി എങ്ങനെ ഇത്ര വേഗം വീട്ടിലെത്തി? എങ്കിലും പിസ്സ നൽകി അവിടെ നിന്ന് പോകുക എന്നതായിരുന്നു എന്റെ ലക്ഷ്യം. ഇതാ നിങ്ങളുടെ ലാർജ് പിസ്സ. ആ കുട്ടിയുടെ മുഖത്ത് യാതൊരു ഭാവവുമില്ലായിരുന്നു. വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? നിന്റെ മാതാപിതാക്കൾ എവിടെ? പിസ്സ വന്ന കാര്യം അവരോടൊന്ന് പറയാമോ? ആ കുട്ടി മറുപടി ഒന്നും പറയാതെ അതേ ഭാവത്തിൽ നിന്നു. അവന്റെ ആ നിശബ്ദത എന്നെ ശരിക്കും ഭയപ്പെട്ടു. പെട്ടെന്ന് മുകളിലത്തെ നിലയിൽ നിന്ന് ഒരു സ്ത്രീ വേദനയോടെ നിലവിളിക്കുന്നത് ഞാൻ കേട്ടു. എന്നാൽ അതിനുശേഷം ഞാൻ കണ്ട കാഴ്ച എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ഞാൻ പേടിച്ച് വിറച്ചുപോയി. എന്റെ കയ്യിൽ നിന്ന് പിസ്സ താഴെ വീണു. ഞാൻ ഓടി കാറിൽ കയറി അവിടെ നിന്ന് എത്രയും വേഗം വണ്ടി ഓടിച്ചുപോയി. തുടർന്ന് പോലീസിനെ വിളിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. ഞാൻ അവരെ വിളിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചു. ആ സ്ത്രീ ആരാണെന്നും അവരെന്തിനാണ് അങ്ങനെ നിലവിളിച്ചതെന്നും ദൈവത്തിന് മാത്രമേ അറിയൂ. ഞാൻ വീട്ടിലെത്തിയപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു കോൾ വന്നു. ആ വീട്ടിൽ അവർക്കൊന്നും കണ്ടെത്താനായില്ലെന്ന് അവർ പറഞ്ഞു. അവിടെ ഒരു സ്ത്രീയും കുട്ടിയും ഉണ്ടായിരുന്നില്ല. കൂടുതൽ അന്വേഷണത്തിൽ ആ വീട് 2 വർഷമായി ഒഴിഞ്ഞു കിടക്കുകയാണെന്ന് പോലീസ് കണ്ടെത്തി. 2 വർഷം മുമ്പ് അവിടെ ഒരു കുടുംബം താമസിച്ചിരുന്നു. ഒരു രാത്രിയിൽ ഭർത്താവ് തന്റെ ഭാര്യയെയും 10 വയസ്സുള്ള മകനെയും കൊലപ്പെടുത്തിയ ശേഷം ഒളിച്ചോടി. 3 ദിവസത്തിന് ശേഷമാണ് പോലീസ് അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അന്നു മുതൽ ആ വീട് ഒഴിഞ്ഞു കിടക്കുകയാണ്. ആരും അവിടെ താമസിക്കാൻ ആഗ്രഹിച്ചില്ല. ഇത് കേട്ടപ്പോൾ ഞാൻ ഭയം കൊണ്ട് തളർന്നുപോയി. അന്ന് ഞാൻ ചെന്നപ്പോൾ വാതിൽ തുറന്നത് ആരായിരുന്നു? ആ അമ്മയുടെയും മകന്റെയും ആത്മാക്കൾ ഇന്നും അവിടെ അലയുന്നുണ്ടോ? ഒരുപക്ഷെ ഈ ചോദ്യങ്ങൾക്ക് എനിക്ക് ഒരിക്കലും ഉത്തരം ലഭിക്കില്ലായിരിക്കാം.